In the picture, A, B, C, D are points on the circle. A, B, C, D are points on the circle, center at O. The line AC and BD are extended to meet at P. The lines AD and BC intersect at Q. Prove that the angle which the small arc AB make at O is the sum of the angle it make at P and Q. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ബിന്ദുക്കൾ O കേന്ദ്രമായ വൃത്തത്തിലാണ്. എ സി ബി ഡി എന്നീ വരകൾ നീട്ടിയത് പിയിൽ കൂട്ടിമുട്ടുന്നു. എ ഡി ബി സി എന്നീ വരകൾ ക്യൂവിൽ മുറിച്ച് കടക്കുന്നു. എ ബി എന്ന ചെറിയ ചാപം ഓയിൽ ഉണ്ടാക്കുന്ന കോൺ പിയിലും ക്യൂവിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. വലിയൊരു ക്വസ്റ്റ്യൻ നീട്ടി വലിച്ച് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇത്രയും നമ്മളോട് പറയുന്നുള്ളൂ. കുറെ സ്റ്റേറ്റ്മെന്റുകളാണ്, അതായത് ഈ ലൈൻ അങ്ങനെ നീട്ടി ഇങ്ങനെ നീട്ടി എന്നൊക്കെ പറഞ്ഞ് കുറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ആ പ്രൂവ് ദാറ്റ് എന്ന് വരുന്ന ഭാഗം മാത്രം ഒന്ന് എടുക്കാം. ഓക്കെ, എവിടെ പ്രൂവ് ദാറ്റ് വരുന്നതാ? പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദ ലൈൻ എ ഡി ആൻഡ് ബി സി പ്രൂവ് ദാറ്റ് ദ ആംഗിൾ വിച്ച് ദ സ്മോൾ ആർക്ക് എ ബി എന്ന് പറയുന്ന ഈ ചാപം സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ കോൺ എന്ന് പറയുന്നത് ക്യൂവിലും, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഈക്വൽ ആണല്ലോ. അപ്പൊ ക്യൂവിൽ ഉണ്ടാക്കുന്ന ആംഗിളും പിയിൽ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിൽ കൂട്ടുന്നതിന് തുല്യമാണെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. അതായത് എ ഒ ബി എന്ന് പറയുന്ന ഈ ആംഗിള് ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടും നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. അതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ ഈ സെന്ററിൽ കാണുന്ന ഈ ആംഗിളിനെ അഥവാ എ ഒ ബി എന്ന് പറയുന്ന ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഓക്കെ, അതായത് ഈ കാണുന്ന ഈ സെന്ററിൽ കാണുന്ന ആംഗിൾ കേട്ടോ, എ ഒ ബി. നിങ്ങൾക്ക് കാണാമല്ലോ, എ ഒ ബി എന്ന് പറയുന്ന ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. ഒരു ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ഇത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കോഡ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എ ബി എന്ന് പറയുന്ന ഈ കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ നേരെ പകുതിയായിരിക്കും അത് വൃത്തത്തിൽ ഉണ്ടാക്കുന്നത്, സർക്കിളിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? x/2 ആയിരിക്കും അല്ലെ. കാരണം ഇത് സെന്ററിൽ ഉണ്ടാക്കുന്നതാണ്. ആ ആർക്കും എന്നല്ലേ പോണത്? നോക്കിയാ എ ബി എന്നാണ് ഈ ലൈന് പോകുന്നത്, എ എന്നാണ് ഈ ലൈന് പോകുന്നത്. രണ്ടും ആ പോയിന്റ് തന്നെയാണ് പോണത്. അപ്പൊ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളുടെ പകുതി ആയിരിക്കും. ഇവിടെ അതേപോലെ തന്നെ എ എന്ന് ഇങ്ങനെ വരുന്നു, അതേപോലെ ബി എന്നും ഇങ്ങനെ വരുന്നു. അപ്പൊ ഇതും എന്തായിരിക്കും? സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളുടെ പകുതി ആയിരിക്കും. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പൊ ഇത് എന്തായിരിക്കും? x/2. ഓക്കെ, സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റു രണ്ട് ആംഗിളുകൾ എന്തായിരിക്കും? x/2 എന്നായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എ സി പി എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. എ സി പി കണ്ടോ നിങ്ങളതാ? എ സി പി എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ആംഗിൾ എത്രയാ? 180 ആണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സി പി എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നേർരേഖയാണ് കേട്ടോ. അപ്പൊ അതിന്റെ തുക എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ ഈ രണ്ട് കോണ് കൂട്ടുമ്പോൾ, ഏത് രണ്ട് കോണും? ഈ x/2 എന്ന് പറയുന്ന ഈ കോണും പിന്നെ ഈ ആംഗിളും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. എന്ത് കിട്ടും? 180 കിട്ടും. ഉറപ്പാണല്ലോ, കാരണം അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ സി പി എന്തായിരിക്കും? ഞാനത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് x/2 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് x/2, 180 എന്ന് കുറച്ചാ പോരെ. എ സി ബി ഇതാ, ഈ എ സി ബി എന്ന് പറയുന്ന ഈ ആംഗിളും ക്യൂ സി പി എന്ന് പറയുന്ന ഈ ആംഗിളും കൂട്ടുമ്പോൾ 180 കിട്ടും. അതിൽ എ സി പി എന്ന് പറയുന്നത് x/2 ആണ്. അപ്പൊ ഈ x/2 പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? അത് മൈനസ് ആവും. അപ്പൊ ക്യൂ സി പി ഈക്വൽ ടു 180 മൈനസ് x/2. ഓക്കെ, അപ്പൊ ക്യൂ സി പി കിട്ടിയ എത്രയാ? 180 മൈനസ് x/2. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തും നമുക്കൊരു ലൈൻ ഉണ്ട് കണ്ടോ, ബി ഡി പി എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ബി ഡി പി എന്ന് പറയുന്നത് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ ആണ്, അഥവാ ഒരു നേർരേഖയാണ്. അതിന്റെ ആംഗിൾ എത്രയാണ്? 180 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാ ഏതൊക്കെയാ? എ ഡി ബി അല്ലെങ്കിൽ ബി ഡി എ പിന്നെ ക്യൂ ഡി പി. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം അല്ലെ. അതിൽ എ ഡി ബി എന്ന് പറയുന്നത് x/2 ആണ്. അപ്പൊ x/2 പ്ലസ് ക്യൂ ഡി പി 180 കിട്ടും. ദെൻ 180 മൈനസ് x/2. അപ്പൊ ഈ രണ്ട് ആംഗിളുകൾ നമുക്ക് കിട്ടിട്ടോ. ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി. അത് രണ്ടും എത്രയാ? 180 മൈനസ് x/2. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ബി ഡി പി ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്, ഇതും ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്, അഥവാ നേർരേഖ. അപ്പൊ ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. അതിൽ ഒന്ന് x/2 ആണ്. അപ്പൊ മറ്റേത് എന്തായിരിക്കും? 180 മൈനസ് x/2. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കിട്ടി ക്യൂ സി ബി എന്ന് പറയുന്നത് 180 മൈനസ് x/2, ക്യൂ ഡി പി എന്ന് പറയുന്നത് 180 മൈനസ് x/2. ഇനി ഇവിടെ ഒരു ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ക്വാഡ്രിലാറ്ററൽ ഏതാണ്? ചതുർഭുജം പി സി ക്യൂ ഡി. ഞാനത് വരച്ച് കാണിച്ചാൽ എന്നിട്ട് നമുക്ക് മായ്ക്കാം കേട്ടോ. പി സി ക്യൂ ഡി ഇതൊരു ചതുർഭുജം അല്ലെ? 4 വശം ഉള്ളതിന് അല്ലെ? 1 2 3 4 വശം അല്ലേ? അപ്പൊ അതൊരു ചതുർഭുജാണ്. ചതുർഭുജം എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ.
ഒരു ചതുർഭുജത്തിന്റെ 4 കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടുക? എത്ര കിട്ടുക? 360. അപ്പൊ ഈ 3 കോണുകൾ കൂട്ടുമ്പോൾ ഏതൊക്കെയാ? ആംഗിൾ പി, ഇവിടെയുള്ള ഈ ആംഗിൾ പി, അറ്റത്തുള്ള ആംഗിൾ പിയും അതേപോലെ തന്നെ QCP എന്ന് പറയുന്ന ഈ ആംഗിളും അതേപോലെ തന്നെ CQD എന്ന് പറയുന്ന ഈ ആംഗിളും അതേപോലെ തന്നെ QDP എന്ന് പറയുന്ന ഈ 4 കോണുകൾ കൂട്ടിയാൽ നമുക്ക് 360 കിട്ടും. ഇതിൽ 2 കോണുകൾ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. QCD നമുക്കറിയാം, QDP നമുക്കറിയാം. അവിടെ റെഡ് ഇങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. QCP എന്താണ്, QDP എന്താണ്. QCP യുടെ വാല്യൂ നമുക്കറിയാം, QDP യുടെ വാല്യൂ നമുക്കറിയാം. ആ 2 വാല്യൂസ് ഞാൻ ഇവിടെ കൊടുത്തു. അപ്പൊ ആംഗിൾ P plus 180 minus x/2 plus CQD plus 180 minus x/2. ഓക്കെ, ഇനി 180 കൂട്ടാം. 180 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 360 കിട്ടും. പിന്നെ ഇവിടെ ഒരു -x/2 ഉണ്ട്, ഇവിടെ ഒരു -x/2 ഉണ്ട്. അപ്പൊ എത്ര x/2 ആയി? 2x/2 ആയി അല്ലെ. ഇവിടെ ഒരു x/2, ഇവിടെ ഒരു x/2, രണ്ടും മൈനസ് അല്ലേ. അപ്പൊ മൈനസ് ഇട്ടു. എത്ര x/2 ഉണ്ട്? 2x/2. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ ഈ 360 നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്തോട്ടും കൊണ്ടുപോകാം. ഇതിവിടെ പ്ലസ് ആണ്, ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് ആവും. ഓക്കെ, നോക്കിയാ ഇവിടുന്ന് 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കിയുള്ളത് x. ഈ 360 ഞാൻ ഇപ്പുറത്തോട്ട് കൊടുന്നു. 360 ഇവിടെ പ്ലസ് ആണ്, അത് ഇപ്പുറം വന്നപ്പോ എന്തായി? മൈനസ് ആയി. 360 360 പോയാൽ എത്രയാ? 0 അല്ലെ. അപ്പൊ 360 360 പോയാൽ 0. ഇനി ഇവിടെ ഈ -x ഉണ്ടല്ലോ, ഈ -x ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ നോക്കിയാ -x ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോ എന്തായി? ആംഗിൾ P പ്ലസ് ആംഗിൾ CQD അല്ലെ പിന്നെ അവിടെ ഉള്ളത്. അതേ ഈക്വൽ ടു x എന്ന് കിട്ടി. നോക്കിയേ, ആംഗിൾ P ഏതാ? ഇത്. ആംഗിൾ CQD ഏതാ? ഇത്. ഇതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്. അത് കൂട്ടിയപ്പോ എന്താ കിട്ടിയത്? AOB എന്ന് കിട്ടിയില്ലേ അല്ലെ. ഈ AOB എന്ന് പറയുന്നത് Qയിലും Pയിലും ഉണ്ടാക്കുന്ന ആംഗിളിന്റെ സമ്മിന് തുല്യമാണ് തെളിയിക്കാനല്ലേ നമ്മളോട് പറഞ്ഞത്. കിട്ടിയില്ലേ? Pയിലും Qയിലും ഉണ്ടാക്കുന്ന ആംഗിളിന്റെ സമ്മിന് തുല്യമായിട്ട് തന്നെ x കിട്ടിയില്ലേ? തെളിയിച്ചില്ലേ? The angle which the small arc AB make at O is the sum of the angle it make at P and Q. AB എന്ന ചെറിയ ചാപം ഓയിൽ ഉണ്ടാക്കുന്ന കോൺ Pയിലും Qയിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുകയാണ്. ഇതിലെ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞു. ഓക്കെ.